എടി എന്റെ ജോലി നശിക്കാൻ കാര്യാടി എന്റെ ചേട്ടൻ എന്ന് പറഞ്ഞ ആ മൊണ്ണയല്ലേടി. എടി ഞാൻ ബാങ്കിൽ ലോൺ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു കൂണ് കൃഷി തുടങ്ങിയതല്ലേടി. കൂൺ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? ഈ പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് നമ്മളുള്ള പച്ചിലയും ഇങ്ങനെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൽ കൂൺ വിത്ത് പാകും. അങ്ങനെ 30 കൂൺ ബാഗുകൾ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് തന്നെ ഞാൻ കോളേജിൽ പോയപ്പോ ചപ്പും ചവറും പ്ലാസ്റ്റിക്കിൽ നിറച്ച് വെച്ചേക്കെന്ന് പറഞ്ഞ ആ മൊണ്ണ അത് മൊത്തം എടുത്ത് കത്തിച്ച് അതിന്റെ EMI ഞാൻ അടച്ചോണ്ടിരിക്കുക. അങ്ങനെ നിന്റെ ബിസിനസ് ചിരി എന്റെ ജീവിതമാണ് അയാൾ നശിപ്പിച്ചത്. എന്റെ കല്യാണം കഴിക്കാം, പക്ഷെ കല്യാണം കഴിക്കുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒക്കെ പറഞ്ഞാൽ ചേട്ടച്ചൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കണം? അയ്യോ, എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പച്ചനും അമ്മച്ചീനെ ഒന്നും കണ്ടിട്ടില്ല. ചേട്ടച്ചനാണ് എന്നെ നോക്കിയതും വളർത്തിയതും വലുതാക്കിയതൊക്കെ. എന്റെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കി തന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പഠിക്കാൻ പോകുമ്പോ ഈ ലൈറ്റ് കത്തുന്ന ഷൂ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് ഇങ്ങനെ പീപ്പിയുടെ ഒച്ചയൊക്കെ കേൾക്കും. ഒരു ദിവസം ഞാനിത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ചേ. ഈ പുള്ളിക്ക് അന്ന് എന്തോ 10-24 വയസ്സേ ഉള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പുള്ളി ചന്തയിൽ എവിടെ ലോഡ് ഇറക്കാൻ പോയി കാലിൽ വീണ് ചോരയൊക്കെ ആയിട്ട് ഈ ഷൂവും കൊണ്ട് വന്നു. അങ്ങനെയുള്ള പാവം പിടിച്ച മനുഷ്യനാണ്. ആ പാവപ്പെട്ടവൻ ഏതെങ്കിലും പോലീസ് കേസിൽ ജയിലിൽ കിടന്നായിരുന്നെങ്കിൽ ആ ഗ്യാപ്പിൽ കല്യാണം കഴിക്കും. അല്ലാതെ പിന്നെ എപ്പ കിട്ടുമെന്ന് ഓർത്തിരിക്കും. എടി അങ്ങനെ മഹാഫ്രോഡാടി. അങ്ങനെ അന്ന് കൊണ്ടുവന്ന ആ പീപ്പിയുള്ള ഷൂ ഇല്ലേ, അതിന് പീപ്പി കേൾക്കത്തില്ലായിരുന്നു. എന്നിട്ട് പീപ്പി കേൾക്കുമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച് ആ ഷൂ ഇട്ട് ഞാൻ പോയപ്പോ കൂട്ടുകാരെന്താ പറഞ്ഞെന്നറിയാമോ? എന്തുവാ? പീപ്പി ഇല്ലാത്തവനെന്ന് പരിപാടി കാണിച്ചിട്ടുള്ളവരങ്ങേര്. എന്തൊക്കെ പറഞ്ഞാലും ചേട്ടച്ചനൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ പോലീസ് ഒന്നും പിടിക്കാതെ ഞാൻ വെറുതെ പറഞ്ഞത്. ഇന്നലെ തന്നെ ഞാനും അങ്ങേരി ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ആഷിക് ബാനായ സോങ് ഇല്ലേ, ഇത്തിരി മസാലയൊക്കെ ഉണ്ട്, ആഷിക് ബാനായ. ഇത് വന്നപ്പോഴേക്കും പുള്ളി ഇങ്ങനെ കണ്ണു പൊത്തിരുന്നടി. എന്തിനെ? ഇത് കാണാതിരിക്കാൻ. എന്നിട്ട് മിന്നായം പോലെ എന്തോ കണ്ടെന്ന് പറഞ്ഞ് പള്ളി ചെന്ന് മെഴുകുതിരി കത്തിച്ച് കുമ്പസരിച്ച മുതലാത്. അത്രയും നല്ല മനുഷ്യനത്. നീയായിരുന്നെങ്കിലോ? ഞാനായിരുന്നു മൊത്തം കണ്ടത്. ഇത് മനുഷ്യന് കാണാൻ എന്തോന്ന് കരയിലും കാണുപടി. ഇതൊന്നും ആരും കാണത്തില്ല. നമ്മുടെ കല്യാണം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നീ പുള്ളിനെ കുപ്പിയിലാക്കണം. ഞാനോ നീ സോപ്പിടണം. നീ സോപ്പിട്ട് ഇതുപോലൊരു അനീതി എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് പുള്ളി ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ എന്റെ പ്രണയത്തിന്റെ കാര്യം പറയും, നമ്മൾ കല്യാണം കഴിക്കും. ഇതൊക്കെ ഏക്കോ? ഓ വന്നുണ്ട് ബാലാമണി. നീ എന്തിനാണ് ഈ വീട്ടിൽ കയറി വന്നത്? നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കയറി വല്ലെന്ന്. നിന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ല, ഇറങ്ങിപ്പോയി. എന്താടാ ഇത്? പിന്നെ അവള് എന്തൊക്കെ ചുമ്മാ അയൽവക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ നാണോ മാനില്ല. അത് വരാമോ? കൊണ്ടോ നോക്കിയേ, ഉപ്പില്ല. എന്നാ അത് ഉപ്പായിരുന്നു. ഞാൻ എന്തോ ഉണ്ടാക്കി കൊടുത്താലേ അവന് കുറ്റം പറിച്ചില്ല മക്കളെ. ആണോ? ചേട്ടച്ചനെ കണ്ടില്ലായിരുന്നല്ലോ, അകത്ത് എന്താ എടുക്കുമായിരുന്നു? ഞാൻ അടുക്കളയിലേ ഫിഷ് മോളി വെക്കുമായിരുന്നു. ഫിഷ് മോളിയാ? അപ്പൊ രാവിലെ തന്നെ അപ്പം ഫിഷ് മോളി പൊളിക്കണം. അതല്ല, ഫിഷ് കറി വെക്കാൻ എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് ഫിഷ് എടുത്ത് മുകളിലോട്ട് വെച്ച് കടന്ന് തുള്ളിയേക്ക. അല്ല മോളെന്താ രാവിലെ? ഇന്ന് പെരുന്നാളല്ലേ? അയ്യോ, അപ്പൊ ഞാൻ കുറച്ച് പത്തിരി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊണ്ടുവന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ